ആദ്യ സമ്മേളനത്തിന് പിന്നാലെ കടുത്ത നീക്കം നടത്തി കേന്ദ്രം. അപ്രതീക്ഷിതമായ നീക്കം ഒരു ദുസൂചനയായിട്ടാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. ഡൽഹിയിൽ BJP എന്തിനുള്ള പുറപ്പാടാണ് എന്ന് മുഖത്ത് വിരൽ വെച്ച് ചോദിക്കുന്നവരുമുണ്ട്. രാഹുൽ ഗാന്ധി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, അത് ഭരണഘടനയെ കുറിച്ചാണ്, അംബേദ്കറിനെ കുറിച്ചാണ്. കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുലിനെ അനുസരിക്കുന്ന മട്ടിൽ മോദി മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗ് അംബേദ്കറുടെ ജന്മഭൂമിയിൽ പോയി അംബേദ്കറിന്റെ പ്രതിമയിൽ പൂമാല ചാർത്തിയതൊക്കെ വൈറലായ കാര്യമായിരുന്നു. ഇത്തരത്തിൽ അംബേദ്കർ വിഷയം, ദളിതന്റെ വിഷയം രാജ്യത്തിനകത്ത് വലിയ ചർച്ചയായിട്ടിരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അംബേദ്കറിന്റെ പ്രതിമ എടുത്തുമാറ്റുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ വെട്ടിമാറ്റുമ്പോൾ പുതിയ BJP അനുകൂല തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയിരിക്കുന്ന സമയത്ത് അംബേദ്കർ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുടെ ശില്പിയെ തന്നെ പുറത്തേക്കെറിയുകയാണ്. അതും ഒരു ദളിത് പ്രസിഡന്റ് രാജ്യത്തിന്റെ പരമോന്നത നേതാവായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഫോട്ടോ അതേ ചുമരിൽ തൂങ്ങിക്കിടക്കുമ്പോഴാണ് അവരുടെ നേതാവിന്റെ തന്നെ ഫോട്ടോ എടുത്തു മാറ്റുന്നത്. എന്തിനുള്ള പുറപ്പാടാണ് ഈ നടക്കുന്നത് എന്ന് യാതൊരു എത്തും പിടിയുമില്ല. അതായത് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് BR അംബേദ്കറുടെ ചിത്രം നീക്കം ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ ചിത്രങ്ങൾ ഓഫീസിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി ആം ആദ്മി രംഗത്തെത്തുന്നു. മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തെ മറ്റെല്ലാ ഓഫീസുകളിൽ നിന്നും അംബേദ്കറുടെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ നീക്കിയതായിട്ടാണ് പ്രതിപക്ഷ നേതാവ് അതിഷി മർലോന പറയുന്നത്. BJPയുടെ ദളിത് സിഖ് വിരുദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നും അതിഷി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മോദി അംബേദ്കറിനേക്കാൾ വലിയ ആളാണെന്നാണോ BJP കരുതുന്നതെന്നും അതിഷി ചോദിക്കുന്നുണ്ട്. ആം ആദ്മി സർക്കാരിന്റെ സമയത്ത് എല്ലാ സർക്കാർ ഓഫീസുകളിലും അംബേദ്കറിന്റെ ചിത്രം സ്ഥാപിച്ചിരുന്നതായും അതിഷി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അംബേദ്കറുടെ ചിത്രമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസും ശേഷമുള്ള ഓഫീസിന്റെ ചിത്രവുമാണ് അതിഷി പങ്കുവച്ചിരിക്കുന്നത്. BJP ദശലക്ഷക്കണക്കിന് അംബേദ്കർ അനുയായികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നും മുൻ മുഖ്യമന്ത്രി കൂടിയായ ആം ആദ്മിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കുന്നുണ്ട്. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോദിയുടെ ചിത്രം വെക്കാം, എന്നാൽ അതിന് അംബേദ്കറുടെ ചിത്രം മാറ്റുന്നത് എന്തിനാണ് എന്നാണ് കെജ്രിവാൾ ചോദിക്കുന്നത്. എന്നാൽ ആം ആദ്മിക്കെതിരെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയും രംഗത്തെത്തുന്നുണ്ട്. അംബേദ്കറെയും ഭഗത് സിംഗിനെയും മുൻനിർത്തി ആം ആദ്മി നടത്തുന്ന അഴിമതികൾ ഒളിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് രേഖ ഗുപ്തയുടെ തിരിച്ചടിച്ചുകൊണ്ടുള്ള മറുപടി.